ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വായന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 20-ാം വാക്യം. ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. അപ്പോസ്തലനായ പത്രോസിന്റെ അത്ഭുതകരമായ വിമോചനത്തിനു ശേഷം അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ പരിഭ്രമത്തിൽ ഹെരോദ് അഗ്രിപ്പ തന്റെ കാവൽക്കാരെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. മാത്രമല്ല, യഹൂദായിൽ നിന്നും അദ്ദേഹം തന്റെ വാസം താൽക്കാലികമായി കൈസര്യയിലേക്ക് മാറ്റുകയുണ്ടായി. അങ്ങനെ സോർ സീദോൻ ദേശനിവാസികളോടുള്ള അദ്ദേഹത്തിന്റെ വെറുപ്പും ഈർഷ്യയും കാരണം ഈ പട്ടണങ്ങളിലേക്ക് അതായത് സോർ സീദോൻ എന്ന പട്ടണങ്ങളിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളുടെ ഇറക്കുമതി തടസ്സപ്പെടുത്തിയിരുന്നു. അന്നത്തെ ഭരണാധികാരിയായ ഹെരോദ് അഗ്രിപ്പാവായിരുന്നു ഇത്തരത്തിൽ ചെയ്തിരുന്നത്. അതിനാൽ ഈ പ്രതിസന്ധി, അതായത് ഭക്ഷണത്തിന്റെ ക്ഷാമം പരിഹരിക്കുവാൻ ഹെരോദാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ജനങ്ങൾ വശീകരിക്കുന്നു. അത്തരത്തിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയായിരുന്നു ബ്ലസ്തോസ്. ബ്ലസ്തോസിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, നന്മയാഗ്രഹിക്കുന്ന ബ്ലസ്തോസ്. കാര്യസാധ്യത്തിനായി ഏതു കുറുക്കുവഴികളും സ്വീകരിക്കുന്ന മനുഷ്യ സ്വഭാവത്തിന് കാലങ്ങളോളം പഴക്കമുണ്ട്. ഏതു മാർഗവും കാര്യസാധ്യത്തിനായി സ്വീകരിക്കാം എന്നുള്ള നിലപാടാണ് മനുഷ്യർ ഇന്ന് പ്രധാനമായും സ്വീകരിക്കുന്നത്. വൻപൻ സമ്മാനങ്ങളും വിരുന്നുകളും ഒക്കെ ഒരുക്കി കാണേണ്ടതുപോലെ കണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമ്പ്രദായം ഇന്നിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുവാൻ മനസ്സ് വയ്ക്കാത്തവരും ഇതിന് പ്രാപ്തിയില്ലാത്തവരും തഴയപ്പെടുകയും പിന്തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവിക നീതി, നിഷ്കരുണം പുറന്തള്ളപ്പെടുന്നു. എന്നാൽ നമ്മൾ വായിച്ച ഭാഗത്ത് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നതും ബ്ലസ്തോസിനെ വശത്താക്കി എന്നതാണ്. ഇതിലൂടെ ബ്ലസ്തോസിന് ലഭിച്ച നേട്ടം എന്താണെന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നില്ല. എന്നിരുന്നാലും ആഹാര പദാർത്ഥങ്ങളുടെ കാര്യമായതിനാലായിരിക്കാം ഒരുപക്ഷെ മറ്റുള്ളവർക്കും നന്മ വരട്ടെ എന്ന് തീർച്ചയായും ബ്ലസ്തോസ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ബ്ലസ്തോസും ആവശ്യത്തിലിരിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട്, പ്രശ്ന പരിഹാരത്തിന് മുൻകൈയെടുക്കുന്ന ബ്ലസ്തോസ്. സോരിലെയും സീദോനിലെയും ജനങ്ങളോട് കോപിച്ചിരുന്ന ഹെരോദ് അഗ്രിപ്പായെ അവരുമായി രമ്യതയിലെത്തിക്കുവാൻ ബ്ലസ്തോസ് ഇവിടെ മുൻകൈയെടുക്കുന്നു. അങ്ങനെ സന്ധി സംഭാഷണത്തിന് നിശ്ചയിച്ച ദിവസം രാജാവ് പ്രൗഢിയോടെ വസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ ആരൂഢനായി അവരോട് പ്രസംഗിക്കുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് 23-ാമത്തെ വാക്യത്തിലാണ്. രാജാവ് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്നാണ് കാണുന്നത്. മുൻപ് നമ്മൾ ഹെരോദ് അഗ്രിപ്പായെ കുറിച്ച് പഠിച്ചപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമായിരുന്നു. ആംഗലേയ ഭാഷയിൽ മെഗ്ലോമാനിയ എന്നൊരു വാക്കുണ്ട്. അഹങ്കാരത്തിലും അധികാരത്തിലും നിന്നുത്ഭവിക്കുന്ന ഒരുതരം ഭ്രാന്താണിത്. ഫാദർ ബോബി ജോസ് പറയുന്നു, മെഗ്ലോമാനിയ ബാധിച്ച കാലമാണിത്. അതുകൊണ്ട് തന്നെ വലിപ്പമുള്ളവനോട് മാത്രമേ ഏതെങ്കിലും തരത്തിൽ മതിപ്പോ വിധേയത്വമോ അനുഭവപ്പെടുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ബ്ലസ്തോസിനെ പോലെ മറ്റുള്ളവർക്ക് നന്മ വരുന്നത് കാണുവാനും നിരപ്പിന്റെ അനുഭവക്കാരാകുവാനും നമുക്കും കഴിയണം. മാത്രമല്ല, ഏതു നിമിഷവും കൃമിക്ക് ഇരയാകാവുന്ന എൻ്റെ ജീവിതത്തിൽ ഒന്ന് ചെറുതാകാനും ചെറുതുകളുടെയും ചെറിയവരുടെയും അഴകിനെ കണ്ടെത്തുവാനും തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അപരനിൽ നന്മ വരുന്നത് ആഗ്രഹിക്കുവാനും മറ്റുള്ളവരെ നിരപ്പിന്റെ അനുഭവം ഉള്ളവരാക്കുവാനും അതിലുപരി ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് താഴ്മയോടെ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.